നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഡിറ്റർമിൻ വെദർ ദ സീരീസ് സിഗ്മ n equal to 1 to infinity 1 by root n minus 1 is convergent or divergent. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിലൊക്കെ ജസ്റ്റ് ഈ ഒരു ലൈൻ എഴുതി വെച്ചിട്ടുള്ളൂ. എഫ് എൻ ഈസ് ലാർജ്. നിങ്ങൾ ആ ലൈൻ എഴുതണ്ട, ഞാൻ പറഞ്ഞില്ലേ ഈ ലൈൻ എഴുതണ്ട. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ എഴുതിയാൽ മതി. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ എഴുതാം. നമുക്കറിയാം റൂട്ട് n മൈനസ് 1 ഈസ് ലെസ് ദാൻ റൂട്ട് 10 അല്ലേ? ഒന്ന് കുറവല്ലേ ഇതിനേക്കാളും, റൂട്ട് ടെന്നിനേക്കാളും. അപ്പൊ റൂട്ട് 10 ഇങ്ങനെ എഴുതാം സ്റ്റാർട്ടിങ്ങിൽ. റൂട്ട് 10 മൈനസ് 1 ലെസ് ദാൻ റൂട്ട് 10. ഇനി അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക അടുത്ത സ്റ്റെപ്പായിട്ട്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ റൂട്ട് 10 മൈനസ് 1 ഈസ് ലെസ് ദാൻ 1 ബൈ റൂട്ട് 10 എന്ന് വരും അല്ലേ? റൂട്ട് 10 ഗ്രേറ്റർ ദാൻ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ തിരിയും. നമുക്ക് എന്താ ഉണ്ടായിരുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് റൂട്ട് 10 മൈനസ് 1 ലെസ് ദാൻ റൂട്ട് 10. അപ്പോൾ 1 ബൈ റൂട്ട് 10 മൈനസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ 1 ബൈ റൂട്ട് 10 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 1 ബൈ റൂട്ട് 10 ചെറിയ സീരീസും 1 ബൈ റൂട്ട് 10 മൈനസ് 1 വലിയ സീരീസുമായിട്ട് കിട്ടും. അതായത് എ എൻ ഈക്വൽ ടു 1 ബൈ റൂട്ട് 10 മൈനസ് 1 ആണ്. ഗിവൺ സീരീസിനെയാണ് നമ്മൾ എ എൻ എടുക്കാറ്. ബി എൻ ഈക്വൽ ടു 1 ബൈ റൂട്ട് 10 ആണ്. ഇനി ബി എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് എ എൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പോൾ കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ബി എൻ എടുക്കുക. ബി എൻ ഈക്വൽ ടു, അത് മുതൽ ഇവിടെ ഉണ്ട്, ബി എൻ ഈക്വൽ ടു 1 ബൈ റൂട്ട് 10 ആണ്. അത് എൻ ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി ബി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടു ഇൻഫിനിറ്റി ആണ്. അത് ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ് തന്നിരിക്കുന്നത്. 1 ബൈ റൂട്ട് 10 എന്ന് പറഞ്ഞാൽ 1 ബൈ എൻ റേസ് ടു 1 ബൈ 2 ആണ്. ഇതെന്താ? പി സീരീസിന്റെ 1 ബൈ എൻ റേസ് ടു പി സീരീസ് ആണ് അല്ലെ? പി സീരീസിന്റെ ജനറൽ ഫോം ആണ് വിത്ത് പി ഈക്വൽ ടു 1 ബൈ 2. പി ഈക്വൽ ടു 1 ബൈ 2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ മാത്രമാണ് പി സീരീസ്, പി ഗ്രേറ്റർ ദാൻ 1 പി സീരീസ് കൺവേർജന്റ് ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ പി ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഈ ബി എന്ന് പറയുന്ന സീരീസ് ഡൈവേർജന്റ് ആണെന്ന് കിട്ടും. നമുക്ക് എ എൻ ഇതായിരുന്നു നമ്മുടെ കമ്പാരിസൺ. എ എൻ വലുതും ബി എൻ ചെറുതുമായിരുന്നു. അതിലെ ചെറിയ സീരീസേ ഡൈവേർജന്റ് ആണ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി പ്രകാരം ചെറുത് ഡൈവേർജന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും വലുതും ഡൈവേർജന്റ് ആയിരിക്കും എന്നാണ്. അപ്പോൾ എന്തായാലും ചെറുത് ഡൈവേർജന്റ് ആയതുകൊണ്ട് നമുക്ക് വലുതും ഡൈവേർജന്റ് ആണ് എന്ന് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്ത് പറയാം. അതിൽ ആ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതണം. യൂസിങ് കമ്പാരിസൺ ടെസ്റ്റ് ഇഫ് എ എൻ ഗ്രേറ്റർ ദാൻ ബി എൻ ആണ് ആൻഡ് ബി എൻ ഡൈവേർജസ് ആണ് എങ്കിൽ എ എനും ഡൈവേർജ് ചെയ്യും എന്ന് എഴുതി വെക്കുക. ഓക്കെ, അതിൽ ചെറുത് വലുത് ഏതാണെന്ന് നോക്കിയിട്ട് വേണം അത് എഴുതാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോട്ട് കൃത്യമായിട്ട് എഴുതുക. അടുത്തത് ഡസ് ദ ഫോളോയിങ് സീരീസ് കൺവേർജ്. ഇതാണ് സീരീസ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊരു ജനറൽ ഫോം കണ്ടുപിടിക്കണം. 8 പ്ലസ് 2 ബൈ 7 പ്ലസ് 1 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു യുണീക്ക് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഈ ഒരു ആദ്യത്തെ ഫസ്റ്റ് 4 ടേംസ്, അതായത് ഏതൊക്കെ വരും? 1 2 3 4, ഈ 4 ടേംസ് നമ്മൾ ഒഴിവാക്കും. ബാക്കിയുള്ളത് എടുക്കുകയാണെങ്കിൽ 1 ബൈ 2 പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 1 എക്സെട്ര എന്നാണ്. അപ്പോൾ ഈ ആദ്യത്തെ 4 ടേം ഒഴിച്ചാൽ ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നാണ്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. വി ഇഗ്നോർ ഫസ്റ്റ് 4 ടേംസ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ അതിനോട് കൂടി ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആഡ് ചെയ്താലും സെയിം പോയിന്റിലേക്ക് തന്നെ അത് കൺവേർജ് ചെയ്യും എന്നൊരു റിസൾട്ട് ഉണ്ട്. അത് നമ്മൾ പഠിച്ചില്ല, പക്ഷേ അതൊരു ജനറൽ ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. സപ്പോസ് ഒരു സീരീസ് കൺവേർജന്റ് ആണെങ്കിൽ, സീരീസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കുറേ ടേംസ് ഉണ്ട് അല്ലേ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അതിൽ കൂടെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് 4 5 ടേംസ് കൂടി എന്ന് വെച്ചിട്ട് അതിൻ്റെ കൺവേർജൻസിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രോബ്ലം ആ ഒരു റിസൾട്ട് വെച്ച് ചെയ്യുന്ന പ്രോബ്ലമാണ്. കാരണം ആദ്യത്തെ 4 ടേമിന് ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ 4 എണ്ണത്തിനെ ഒന്ന് ഒഴിച്ചു നിർത്തിയ ബാക്കി 1 ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ബൈ 2 ഫാക്ടോറിയൽ ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ 1 ബൈ 3 ഫാക്ടോറിയൽ 1 ബൈ 4 ഫാക്ടോറിയൽ ഏകദേശം ഒരു പോലെ പോകുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവർ. അപ്പോൾ ഈ 4 ടേംസിന് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സീരീസ് കൺവേർജ് ചെയ്യുമെന്ന് നോക്കും. അത് കൺവേർജ് ചെയ്യുമെങ്കിൽ ഇതിപ്പോൾ 4 എണ്ണം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്ന് വെച്ചാൽ അതിന് കൺവേർജൻസിന് പ്രശ്നമൊന്നും സംഭവിക്കാൻ പോവില്ല. അത് വീണ്ടും കൺവേർജ് തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ സീരീസ് കൺവേർജ് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാനാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങനെ എഴുതാം. വി ഇഗ്നോർ ഫസ്റ്റ് 4 ടേംസ് ആൻഡ് കമ്പയർ ദ റിമൈനിങ് ടേംസ് വിത്ത് ദ കമ്പയർ ദ റിമൈനിങ് ടേംസ് എന്ന് പറഞ്ഞിട്ട്
താഴെ ഇത് എഴുതണം. ഇതാ ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നത്. 1/2. അപ്പോൾ ഇവിടെ 1/2ന് പകരം 1/2 തന്നെ. 1/3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1/6 ആണ് അല്ലേ. 1/6നേക്കാളും വലുതാണ് 1/4 എന്നുള്ള ടേം. അതുപോലെ 1/4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 1/24 ആണ് വരിക. അപ്പോൾ 1/24നേക്കാളും വലിയ ടേമാണ് ഇതവിടെ വരുന്നുണ്ട്, അതിനേക്കാളും വലിയ ടേമാണ് 1/8. അപ്പോൾ 1/4 ഫാക്ടോറിയലിന് പകരം നമ്മൾ അതിനേക്കാളും വലിയ ടേമായ 1/8 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ബാക്കിയുള്ള ടേംസിനെ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 4 ടേംസിനെ നമ്മൾ ഒഴിവാക്കി ബാക്കിയുള്ള ടേംസിനെ നമ്മൾ അതിനേക്കാളും വലിയ ടേംസ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇതിനേക്കാളും വലിയ ടേമാണിത്, ഇതിനേക്കാളും വലിയ ടേമാണിത്, അങ്ങനെ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന ഈ സീരീസ് എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസ് ആണ്. സിഗ്മ n = 1 to ∞ 1/2n ആണ് ഇപ്പുറത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ലൈൻ ഇവിടെ എഴുതാൻ പാടില്ല. എങ്ങനെയാണ് എഴുതേണ്ടത്? വി ഇഗ്നോർ ഫസ്റ്റ് 4 ടേംസ് ആൻഡ് കമ്പയർ ദ റിമൈനിങ് ടേംസ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇൻഇക്വാലിറ്റി ഈ കമ്പാരിസൺ എഴുതുക. എന്നിട്ട് എഴുതുക ദ സീരീസ് ഓൺ ദ RHS ഈസ് ദ ജോമെട്രിക് സീരീസ് സിഗ്മ n = 1 to ∞ 1/2n എന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് ഇത് ചെറിയ സീരീസും ഇത് വലിയ സീരീസുമാണ്. അപ്പോൾ ഈ വലിയ സീരീസായ ജോമെട്രിക് സീരീസ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് കാര്യങ്ങൾ ബാക്കി പറയുക. കാര്യങ്ങൾ എഴുതുമ്പോൾ അതിൽ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ദ ജോമെട്രിക് സീരീസ് സിഗ്മ n = 1 to ∞ 1/2n ഈസ് എ സീരീസ് വിത്ത് കോമൺ റേഷ്യോ r = ഇവിടുത്തെ കോമൺ റേഷ്യോ എന്താ വരിക? 1/2 അല്ലേ? അതെ. അപ്പോൾ 1/2 which is less than 1. Therefore this series converges. Therefore by comparison test വലിയ സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ ചെറിയ സീരീസും കൺവേർജ് ചെയ്യും എന്നുള്ളതാണ് കമ്പാരിസൺ ടെസ്റ്റ് പറയുന്നത്. Therefore by comparison test this series അതായത് 1/2 plus 1/3 factorial plus 1/4 factorial plus etc. also converges എന്ന് പറയാം. അപ്പോൾ ആ സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ അതിൽ കൂടെ 4 ടേമും കൂടെ കൂട്ടിയിട്ടുള്ള സീരീസാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് 4 5 ടേംസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്ന് വെച്ചിട്ട് അതിൻ്റെ കൺവേർജൻസിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പം അതുകൊണ്ട് ദ ഗിവൺ സീരീസ് അതായത് ഈ സീരീസ് ഒന്നും കൂടെ എഴുതാം. ഈസ് ഓൾസോ കൺവേർജസ് എന്ന് എഴുതി വെക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് പ്രോബ്ലം ആണ്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. നോട്ട്സും ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ എഴുതിയെടുക്കുക. ഓക്കെ. അടുത്തത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ്. അതും വ്യത്യാസമുണ്ട്. കുറച്ച് സീരീസുകൾക്ക് ചിലപ്പോൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവുക. ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. Suppose that sigma an and sigma bn are series with positive terms and limit n tends to infinity an by bn is equal to L. അതായത് 2 സീരീസ് എടുത്തിട്ട് അവരുടെ റേഷ്യോന്റെ ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് n tends to infinity an by bn എടുക്കുക. അതിന്റെ വാല്യൂ ക്യാപിറ്റൽ L ആണ് എന്ന് വിചാരിക്കാം. where L is a positive number. Then either both the series converge or both diverge. ഇങ്ങനെ ഒരു നമ്പർ പോസിറ്റീവ് നമ്പർ എല്ലിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്. ഒന്നിലോ ഈ 2 സീരീസും കൺവേർജൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ 2 സീരീസും ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരാളുടെ കാര്യം അറിയാമെങ്കിൽ ഇപ്പോൾ ബി എൻ കൺവേർജൻ്റ് ആണെന്ന് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും എ എനും കൺവേർജൻ്റ് ആയിരിക്കും. അതല്ല ബി എൻ ഡൈവേർജൻ്റ് ആണ് എങ്കിൽ എ എനും ഡൈവേർജൻ്റ് ആയിരിക്കും. ഏതെങ്കിലും ഒരാളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാമെങ്കിൽ മറ്റേയാളുടെയും നമുക്ക് അത് വെച്ചിട്ട് പറയാം. അതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റിൽ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ ലിമിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ലിമിറ്റ് ഒരു പോസിറ്റീവ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ കാര്യം നമുക്ക് ഇപ്പം നമ്മൾ ജനറലായിട്ട് പറയുന്ന ഏതെങ്കിലും സീരീസ് ആണോ അല്ലെങ്കിൽ അതിൻ്റെ കൺവേർജൻസ് പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. പറ്റുമെങ്കിൽ മറ്റാളുടെയും നമുക്ക് ആ രീതിയിൽ തന്നെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇൻഇക്വാളിറ്റി യൂസ് ചെയ്ത് വലുത് ചെറുത് ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതാണ് മറ്റേ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റുമായിട്ട് ഇതിനുള്ള വ്യത്യാസം. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അത് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ് കൺവേർജ് ആൻഡ് വിച്ച് ഡൈവേർജ്. ഇതാണ് തന്നിരിക്കുന്ന ആദ്യത്തെ സീരീസ്. അതിൻ്റെ ജനറൽ ടേം അവിടെ തന്നിട്ടുണ്ട്. 2n + 1/n+1² അല്ലെങ്കിൽ 2n + 1/n² + 2n + 1. ഇതാണ് തന്നിരിക്കുന്ന സീരീസ്. അപ്പോൾ ഇത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അപ്പോൾ an നമ്മൾ ഇതെടുത്തിട്ടുണ്ട്. bn ആയിട്ട് നമ്മൾ
1/n ആണ് എടുക്കുന്നത്. അതായത് 2n/n², ദാറ്റ് ഈസ് 2/n ആൻഡ് വിച്ച് ഈസ് 1/n. 1/n എന്നുള്ള സീരീസ് നമുക്ക് അറിയാവുന്ന ഒരെണ്ണമായിട്ട് കമ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് 1/n എന്നുള്ള സീരീസ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു ടേം ഒന്നും ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആർബിട്രറി ആയിട്ട് bn നമുക്ക് അറിയുന്ന ഒരു സീരീസ് അങ്ങോട്ട് എടുക്കുകയാണ്. 1/n എന്നുള്ള ഒരു സീരീസ് എടുക്കുകയാണ്. പി സീരീസ് ആണുള്ളത്, p = 1 ആയിട്ട് വരുന്ന സീരീസാണ്. അപ്പോൾ അത് നമുക്ക് ലിമിറ്റ് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ ഒരു സെലക്ഷൻ നമ്മൾ തന്നെ ചെയ്യണം. അല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൽ 1/n എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു. അപ്പോൾ 1/n ഡൈവേർജ് ചെയ്യുന്ന ഒരു സീരീസാണെന്ന് നമുക്കറിയാം. എന്തായാലും നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇവിടെ പി സീരീസ് അല്ലേ, വിത്ത് p = 1. അതുകൊണ്ട് ഇത് എഴുതി വയ്ക്കുക, ദിസ് ഈസ് എ പി സീരീസ് വിത്ത് p = 1, ദെർഫോർ ദിസ് ഡൈവേർജസ് എന്ന് എഴുതി വയ്ക്കുക. p = 1 ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല, പി സീരീസ് ആണെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ നിങ്ങളത് നോട്ടിൽ എഴുതണം കേട്ടോ. എന്നിട്ട് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ 1/n മുകളിലേക്ക് പോകും. അപ്പോൾ 2n² + n വരും. ഇത് n² ഔട്ട്സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ആ സ്റ്റെപ്സ് ഒക്കെ ഇവിടെ ചെയ്യണം. ഇവർ ചെയ്തിട്ടില്ല, നേരെ ലിമിറ്റാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരുന്നില്ല. നിങ്ങളത് n² ഔട്ട്സൈഡ് എടുക്കുക, ഇവിടെ നിന്ന് n² ഔട്ട്സൈഡ് എടുക്കുക. അതനുസരിച്ച് ഇവിടെ ടേംസ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് പ്രോബ്ലം ചെയ്യുക. വാല്യൂ 2 എന്ന് കിട്ടും. 2 ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അതുകൊണ്ട് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് ഒരു സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ മറ്റേ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. അതല്ല, ഒരു സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ മറ്റേ സീരീസും ഡൈവേർജൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന bn ഡൈവേർജൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് തന്നിരിക്കുന്ന സീരീസും ഡൈവേർജൻ്റ് ആണ് എന്ന് നമുക്ക് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ അതും വൃത്തിയായിട്ട് എഴുതുക. അടുത്തത് 1/1 + 1/3 + 1/7 + 1/15 എക്സെട്ര. അതിൻ്റെ ജനറൽ ടൈം അവിടെ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ജനറൽ ടേം വരുന്നത് ഇതാണ്: σn = 1 to ∞ 1/2n - 1. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ bn ആയിട്ട് 1/2n ആണ് എടുക്കണേ. ഏകദേശം അത് നോക്കിയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം നമുക്ക് നോക്കി സെലക്ട് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. 2n ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലിമിറ്റ് എടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ താഴെ n² ഉണ്ട്, മുകളിൽ n-ൻ്റെ ടേമേ ഉള്ളൂ. അപ്പോൾ അവിടെ n² ആകാൻ പാകത്തിനാണ് ഇവിടെ നമ്മൾ 1/n എന്നുള്ളത് എടുത്തത് കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഓർത്ത് വെക്കുക, അതന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിന് ഇവിടെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് 1/2n ആണ്. ഇത് ജോമെട്രിക് സീരീസ് ആണെന്നറിയാലോ, വിത്ത് കോമൺ റേഷ്യോ r = 1/2. അതുകൊണ്ട് ഇത് കൺവേർജ് ചെയ്യും എന്നുള്ളത് എഴുതി വയ്ക്കുക. ഇവിടെ ഡീറ്റെയിൽസ് ഒന്നും എഴുതണില്ല ഒറ്റ പ്രോബ്ലത്തിലും, പക്ഷെ നിങ്ങളുടെ നോട്ടിൽ എല്ലാത്തിലും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് ഇത് കൺവേർജ് ചെയ്യുന്നു? ദിസ് എ ജോമെട്രിക് സീരീസ് വിത്ത് r = 1/2. ജോമെട്രിക് സീരീസ് വിത്ത് r <1, mod r <1 എല്ലാം കൺവേർജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 1/2 വരുമ്പോൾ അത് കൺവേർജൻ്റ് ആണ് എന്നുള്ളത് എഴുതി വയ്ക്കുക. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ ലിമിറ്റ് നോക്കാം. ലിമിറ്റ് നോക്കുമ്പോൾ ലിമിറ്റ് n → ∞ an/bn is 2n/2n - 1. 2n ഔട്ട്സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ 1 ഇവിടെ, ബാക്കി ഇത് ഔട്ട്സൈഡ് പോരുമ്പോൾ 1, ബാക്കി -1/2n. അപ്പോൾ ഇത് 0 ആയി പോവും. ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ 1 കിട്ടും. ഇതുപോലെ ഔട്ട്സൈഡ് എടുത്തിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. ആ സ്റ്റെപ്പ് ചെയ്തേക്കണേ. അപ്പോൾ പോസിറ്റീവ് നമ്പർ ആണ് ലിമിറ്റ് കിട്ടിയത്. അപ്പോൾ 2 സീരീസുകളുടെയും ഒരേ സ്വഭാവമായിരിക്കും. അതിലൊരാൾ കൺവേർജ് ചെയ്യുന്ന നമ്മൾ മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും മറ്റേ ആളും കൺവേർജ് ചെയ്യും യൂസിങ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് എഴുതി വയ്ക്കുക. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം നല്ല എളുപ്പമാണ് കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കണം നന്നായിട്ട്. അപ്പോൾ അടുത്ത സീരീസ് നോക്കാം. ഇതാണ് 1 + 2nln2/9, 1 + 3ln3/14. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ടേം നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് വരുന്നത്: σn = 1 to ∞ 1 + n(ln/n² + 5). കണ്ടോ, ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ 9 വന്നു, n2 ആയപ്പോൾ 9 വന്നു, n3 ആയപ്പോൾ 14 വന്നു, n4 ആയപ്പോൾ 21 വന്നു. അപ്പോൾ ഇങ്ങനെ എഴുതാം, n² + 5 എന്ന് എഴുതാം ഡിനോമിനേറ്റർ. അപ്പോൾ ആ ജനറൽ ടൈം ചിലപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ അത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് an എടുത്തിരിക്കുന്നത്. ബിഹാവ്സ് ലൈക്ക് എന്നൊന്നും വേണ്ട, നമ്മൾ bn ആയിട്ട് n ആണ് എടുക്കുന്നത്. കാരണം ഇവിടെ ഒരു n നമുക്ക് ഇവിടെ നിങ്ങളുടെ ഔട്ട്സൈഡ് എടുക്കാനുണ്ടാവും, പിന്നെ ഒരു n ഷോർട്ട് ഉണ്ട് ഈ n² ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് 1/n തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അത് ഡൈവേർജ് ചെയ്യും. പി സീരീസ് ആണ്, p = 1 ആണ്. അതുകൊണ്ട് അത് ഡൈവേർജ് ചെയ്യും എന്നുള്ളത് എഴുതി വയ്ക്കുക. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് ∞ ആണ് കിട്ടുന്നത്.
അപ്പോൾ ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇൻഫിനിറ്റി ആണെങ്കിൽ അതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സീരീസ് ഡൈവേർജൻ്റ് ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സീരീസും ഡൈവേർജൻ്റ് ആയിരിക്കും എന്നുള്ളത് എഴുതി വയ്ക്കുക. ഇതൊരു മൈനസ് ഇൻഫിനിറ്റി അല്ലല്ലോ, പ്ലസ് ഇൻഫിനിറ്റി കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല.